എന്നാ പിന്നെ കണ്ടാ 3 കിലോ തോന്നുന്ന ഒരു 2 കിലോ ചിക്കനും എടുത്തോ. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. ഓ യു റെഡി? ആ സമയത്ത് തനിച്ചു വന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഹലോ, ചിരിക്കുകയാണോ കരയുകയാണോ? എന്തേ? ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി എന്ന് വെച്ചപ്പോ ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് അതിനൊന്നും ഇല്ലേ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചൻ ചിരിച്ചേ? ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി. നിനക്കതൊക്കെ എങ്ങനെയാടാവുക സാധിക്കുന്നത്? അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി? ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. ഞാൻ വിചാരിക്കുന്നുള്ളൂ അത്ര. ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യ. അതാണ്. എടാ, എല്ലാ പെൺകുട്ടികളും നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല മിസ്റ്റർ കറിയ. ഫസ്റ്റ് യു ഹാവ് ടു സ്റ്റഡി ഫീമെയിൽ സൈക്കോളജി. അവൾ ശരിയാക്കാം, ഹസ്ബൻഡ് പോട്ടെ. അവൾ ശരിയാക്കാം, ഹസ്ബൻഡ് പോട്ടെ. മനസ്സ് ചിത്തേക്ക് നോക്കണ്ടല്ല, എന്നെ ഇട്ടൊന്നുമില്ല. അവൾ ശരിയാക്കാം, ഹസ്ബൻഡ് പോട്ടെ. മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. നിന്റെ സോക്കേട് എനിക്ക് ആദ്യമേ മനസ്സിലായി. എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. ഇതിനെക്കുറിച്ചാ ഞാൻ ഇവരോടെല്ലാം മണിക്കൂർ കണക്കിന് സംസാരിച്ചു എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അങ്ങനെ മണിക്കൂർ കണക്കിന് സംസാരിച്ചതിൽ ഒരു ഓഡിയോ ആണ് ഇന്ന് ലീക്ക് എന്നാണ് നിങ്ങളൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത്. ലീക്ക് അല്ല, റിലീസാണ്. അതിന്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം, എന്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടല്ല എവിടുന്ന ലീക്ക് ആയെന്നൊക്കെ അല്ലെങ്കിൽ റിലീസ് ആയെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ദ്രോഹി. വിശ്വസിക്കരുതടാ, ലോകത്തോരെ പെണ്ണിനെ വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. വ്യക്തിപരമായി എനിക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന ഒരാളിൽ നിന്നും ആ ഓഡിയോ പുറത്ത് വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു.